മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 5ാമത്തെ സെഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് പഠിക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, അതായത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോപ്പർട്ടി ഒരു ബയോകെമിക്കലിന് വേണം, DNA അത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ RNA എന്ത് അഡ്വാൻസ്മെന്റ് ആണ് DNA ഉള്ളത്, അതാണ് നമ്മൾ ഈ സെഷനിൽ പറയുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് പ്രോട്ടീൻ ആണോ DNA ആണോ RNA ആണോ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് വിത്ത് കൺഫർമേഷൻ ഹാർഷി ചേസ് എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്തു കഴിഞ്ഞു. DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്തത് അല്ലേ. ഇനി ഈ DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാത്ത ചില ഓർഗാനിസംസ് ഉണ്ട്. അതായത് ചില വൈറസസ് ലൈക്ക് ജനറ്റിക് മെറ്റീരിയൽസ് RNA ഇൻ ടൊബാക്കോ മൊസൈക് വൈറസ്, QB ബാക്ടീരിയോഫേജ്, ഇതിനകത്തൊക്കെ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? RNAക്കും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാം, പക്ഷേ DNA ആണ് പ്രിഡോമിനന്റ് ആയിട്ട് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിൽ. RNAയുടെ വേറെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, അതായത് മെസഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുക, അതേപോലെ അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുക, സ്ട്രക്ചറൽ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുക, ഇതൊക്കെ RNAയുടെ ഫംഗ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ DNA പ്രിഡോമിനന്റ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കെമിക്കൽ സ്ട്രക്ചറിന് എന്തൊക്കെ പെക്യൂലിയാരിറ്റീസ് ആണ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി കെമിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA പറഞ്ഞതല്ലേ. ഒരു DNA ഡിയോക്സി റൈബോ ഷുഗർ ആണുള്ളത്, RNAയിൽ റൈബോ ഷുഗർ ആണുള്ളത്, അതുപോലെ DNAയിൽ തൈമിൻ ആണുള്ളത്, RNAയിൽ യുറാസിലാണ് തൈമിന് പകരമുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ആ ഒരു ഡിഫറൻസ് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ എന്തൊക്കെ ക്വാളിറ്റി വേണം ആ ഒരു പർട്ടിക്കുലർ ബയോകെമിക്കലിന് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എ മോളിക്യൂൾ ക്യാൻ ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ മസ്റ്റ് ഫുൾഫിൽ സർട്ടൻ ക്രൈറ്റീരിയ. എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം. അതിന്റെ സ്വന്തം റിപ്ലിക്ക ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം, അതായത് റിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്യൂൾ ആയിരിക്കണം. അതായത് സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്തൊക്കെ അതിന്റെ എക്സാക്ട് കോപ്പി ഡോട്ടർ സെല്ലിലേക്ക് പോകണമല്ലോ, അത് ഡബിൾ ആവേണ്ടതുണ്ട്. അതേപോലെ കെമിക്കലിയും സ്ട്രക്ചറലി അത് സ്റ്റേബിൾ ആയിരിക്കണം. കെമിക്കലിയും സ്ട്രക്ചറലി സ്റ്റേബിൾ ആയില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഈ മോളിക്യൂൾ ആയതുകൊണ്ട് ക്യാരക്ടറിലും ചേഞ്ചസ് വരും. അതേപോലെ ചെറിയ വളരെ മെതുവായിട്ടുള്ള വളരെ പതുക്കെയുള്ള ചേഞ്ചസ് ഉണ്ടാവണം. അതാണ് മ്യൂട്ടേഷൻ വളരെ പതുക്കെ നടക്കണം. അത് എവല്യൂഷന് കാരണമാവാൻ എവല്യൂഷൻ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ മ്യൂട്ടേഷൻസ് ഇങ്ങനെ നടന്നാണ് അവിടെ ഉണ്ടാകുന്ന ചില വേരിയേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അത് എവല്യൂഷന് കാരണമാണ്. അതല്ലാതെ സഡൻ മ്യൂട്ടേഷൻ നടന്നാലോ ചിലപ്പോൾ ഓർഗാനിസം ചത്തുപോകും കേട്ടോ. അപ്പൊ വളരെ പതുക്കെയുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ പതുക്കെയുള്ള മ്യൂട്ടേഷൻ എവല്യൂഷന് ആവശ്യമായതുകൊണ്ട് പതുക്കെയുള്ള മ്യൂട്ടേഷൻ നടക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതേപോലെ ആ ജനറ്റിക് മെറ്റീരിയലിന് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, അതിന് സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഇനി നമ്മൾ ഈ ഓരോ മോളിക്യൂളിനെയും എടുത്ത് പരിശോധിച്ചാൽ, അതായത് പ്രോട്ടീനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീന് ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി തന്നെ ഇല്ല, റിപ്ലിക്കേഷൻ ചെയ്യാനുള്ള കഴിവില്ല പ്രോട്ടീന്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടീനെ എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലേ. DNA-ക്കും RNA-ക്കും പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എന്താ പറയുക, പ്രോട്ടീൻ ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല, പ്രോട്ടീൻ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയില്ല. DNA-ക്കും RNA-ക്കും ആ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതായത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഈ ജനറ്റിക് മെറ്റീരിയലിന് ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ഇനഫ് നോട്ട് ടു ചേഞ്ച് വിത്ത് ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ലൈഫ് സൈക്കിൾ. അതിന്റെ സ്റ്റെബിലിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഏജ് മാറും തോറും അല്ലെങ്കിൽ നമുക്ക് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്യും തോറും ആ സ്റ്റെബിലിറ്റി ഓഫ് ദാറ്റ് മോളിക്യൂൾ ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ്. അതിന്റെ കേസിൽ DNA-ക്കും RNA-ക്കും വ്യത്യാസം വരുന്നത്, DNA എന്ന് പറയുന്ന മോളിക്യൂളിൽ ഡിയോക്സി റൈബോ ഷുഗർ ആണ് അതിൻ്റെ അകത്തെ പെൻറ്റോ ഷുഗർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഡിയോക്സി റൈബോ ഷുഗറിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം ഹൈഡ്രജനാണ്, ഡിവോയിഡ് ഓഫ് 1 ഓക്സിജൻ അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ റൈബോ ഷുഗറിന്റെ കേസിലാണെങ്കിലോ അവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കുന്നത്, ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കുന്നത്. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എങ്ങനെയാണ്? റിയാക്റ്റീവ് ആണ്. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റിയാക്റ്റീവ് ആകുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ RNA-യുടെ റൈബോസിന്റെ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി DNA-ക്ക് ഈ ഒരു കാരണം കൊണ്ട് കൂടുതലുണ്ട്. ഇനി അടുത്തത്, ഇവിടെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്ന തൈമിനാണ് ഒരു പിരിമിഡിൻ വന്നിട്ട് തൈമിനാണ്. പക്ഷെ ഇവിടെ തൈമിന് പകരം യുറാസിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കറിയാം തൈമിൻ എന്ന് പറയുന്ന 5-മീഥൈൽ യുറാസിലാണ്. അതായത് യുറാസിൽ എന്ന നൈട്രജൻ ബേസിന്റെ ഇതിന്റെ അഞ്ചാമത്തെ പൊസിഷനിലായിട്ട് ഒരു മീഥൈൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാം.
എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പൊസിഷൻ മീഥൈൻ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്, അത് റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ടെന്നല്ലേ. അപ്പോൾ ഈ യുറാസിൽ എന്താണ്, മോർ റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് വീണ്ടും അതിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് RNA-ക്ക് എന്താണ് RNA-യുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ല, ഒരു സിംഗിൾ സ്ട്രാൻഡഡ് മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ സ്ട്രാൻഡഡ് മോളിക്യൂളിൽ ബേസസ് ഇങ്ങനെ പുറത്തേക്ക് എക്സ്പോസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ബേസസ് എങ്ങനെയായിരിക്കും നിൽക്കുന്നത്, ബേസസ് പുറത്തേക്ക് എക്സ്പോസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഈ ബേസസിനെ ഏത് ബയോ കെമിക്കലിനോ അല്ലെങ്കിൽ ഏത് റിയാക്ഷനിലോ ടേക്ക് പാർട്ട് ചെയ്യത്തക്ക രീതിയിലാണ് നിൽക്കുന്നത് ഈ പറയുന്ന എക്സ്പോസ്ഡ് ബേസ്, അതായത് സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ. അതേ സെയിം ടൈം DNA-യുടെ കേസിൽ ാണെങ്കിൽ നോക്കിക്കേ, DNA-യുടെ കേസിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഈ ബേസസ് ഓൾറെഡി പെയർഡാ എന്ന് പറഞ്ഞാൽ ബേസസ് പിന്നെ വേറൊരു റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്റ്റീവ് ഗ്രൂപ്പ്സ് ഒന്നും അവർക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല. കണ്ടോ, ഈ ബേസസ് ഇതേപോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് വീണ്ടും സ്റ്റെബിലിറ്റി കൂട്ടും. അതായത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ സിംഗിൾ സ്ട്രാൻഡഡ് RNA-നേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും എന്ന് ചുരുക്കം. ഇനി നമ്മൾ ആർ സ്ട്രെയിനും എസ് സ്ട്രെയിനും വെച്ച് ചെയ്ത എക്സ്പെരിമെന്റിലൊന്ന് ആലോചിച്ച് നോക്കിയേ. എസ്ട്രെയിനെ നമ്മൾ കൊന്നിട്ടല്ലേ പിന്നീട് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തത്. മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊന്നിട്ട് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ അവർക്ക് ആ ക്യാരക്ടർ അതിൻ്റെ വിറുലൻസ് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് സ്ട്രെയിനെ എസ്ട്രെയിനായിട്ട് കൺവേർട്ട് ചെയ്യിപ്പിച്ചില്ലേ അതിൻ്റെ DNA കൊണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ആ എസ്ട്രെയിൻ ബാക്ടീരിയനെ കൊന്നു കളഞ്ഞെങ്കിൽ കൂടി ഇതിൻ്റെ DNA-ക്ക് കോട്ടം ഒന്നും തട്ടുന്നില്ല. അതിനെ ഹീറ്റ് അപ്ലൈ ചെയ്ത് DNA-നെ ശരിക്കും പറഞ്ഞാൽ DNA-ക്ക് അത്രയും ഹീറ്റ് ചെന്നാലും അത് ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുക. അതിനിപ്പോൾ ഇൻടാക്റ്റ് ആയിട്ട് നിന്നില്ല, അതിനൊരു ഡീനേച്ചുറേഷൻ നടന്നു എന്നിരിക്കട്ടെ. ഈ ഡീനേച്ചുറേഷൻ നടന്നാൽ പോലും ഈ രണ്ട് സ്ട്രാൻഡ് സെപ്പറേറ്റ് ആയി പോവുള്ളൂ. എക്സാമ്പിൾ ഈ ഫീസി ഡീനേച്ചുറേഷൻ നടന്നു തുടങ്ങിയ ഒരു DNA ഞാനിവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. കുറച്ച് ഹീറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഡീനേച്ചർ ചെയ്ത് പോയി. ഇനി ഇത് കംപ്ലീറ്റ് ഡീനേച്ചർ ആയി പോയാൽ പോലും പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും റീനേച്ചുറേഷൻ സംഭവിക്കും. കാരണം കോംപ്ലിമെന്ററി ബേസിസാണ്. കോംപ്ലിമെന്ററി ബേസിസ് എപ്പോഴും എന്ത് ചെയ്യും, അത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് അത് എപ്പോഴും എന്താ പറയുക, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളായിട്ട് നിലനിൽക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ആ റിയാക്ടിവിറ്റി ഇതിന് എന്തിന് കുറവാണ്, DNA-ക്ക് കുറവാണ്. സ്റ്റെബിലിറ്റി DNA-ക്ക് കൂടുതലാണ്. അതേപോലെ RNA-ക്ക് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. RNA റൈബോസൈമായിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ RNA റൈബോസൈമായിട്ട് ആക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അതിന് റിയാക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കെമിക്കലി റിയാക്റ്റീവാണ്, ലെസ് സ്റ്റേബിൾ ആണ്. പക്ഷേ DNA വന്നിട്ട് കെമിക്കലി ലെസ് റിയാക്റ്റീവ് ആണ്, മോർ സ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും DNA-ക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ, RNA-ക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. ഇനി നമ്മൾ എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് ആ ഒരു ഭാഗം വായിച്ചിട്ട് അടുത്ത പാരഗ്രാഫ് നോക്കാം കേട്ടോ. Properties of genetic material, DNA versus RNA. From the foregoing discussion, it is clear that debate between protein versus DNA as genetic material was unequivocally resolved from Hershey-Chase experiment. Hershey-Chase experiment in DNA ആണ് genetic material എന്ന് കണ്ടുപിടിച്ചു. It became an established fact that it is DNA that acts as genetic material. However, it is subsequently became clear that in some viruses, RNA is genetic material. For example, tobacco mosaic virus, QB bacteriophage. എന്നാൽ നമുക്ക് ചില വൈറസസിൽ RNA genetic material ആയിട്ട് ആക്ട് ചെയ്യുന്ന കാണാം. Answer to some of the questions such as why DNA is predominant genetic material, whereas RNA perform dynamic functions of messenger and adapter has to be found from the difference between chemical structure of the two nucleic acid molecule. See here, ഇതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് DNA ഒരു predominant genetic material ആയിട്ട് ആക്ട് ചെയ്യുന്നത്, RNA ഡൈനാമിക് ഫങ്ഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള മെസ്സഞ്ചറോ അഡാപ്റ്ററോ സ്ട്രക്ചറൽ മോളിക്യൂളോ ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത് എന്താണ് അങ്ങനെ ആ രണ്ട് വകതിരിവ് വരാനുള്ള കെമിക്കൽ ഡിഫറൻസ്, അതിൻ്റെ സ്ട്രക്ചറിലുള്ള കെമിക്കൽ ഡിഫറൻസ് എന്തായിരിക്കാം? നമ്മൾ രണ്ട് കെമിക്കൽ ഡിഫറൻസ്, അതിൻ്റെ കെമിക്കൽ ഡിഫറൻസ് നമ്മുടെ DNA-യുടെ RNA-യുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാൻ യു റീകോൾ ദ ടു കെമിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA? ഒരു കെമിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് DNA-ൽ ഡിയോക്സി റൈബോ ഷുഗർ ആണ്, RNA-ൽ റൈബോ ഷുഗർ ആണ്. ഡിയോക്സി റൈബോ ഷുഗർ
വളരെ സ്റ്റേബിളാണ്, അതേപോലെ തന്നെ ലെസ് റിയാക്റ്റീവ് ആണ്. റൈബോ ഷുഗർ ലെസ് സ്റ്റേബിൾ ആണ്, ഹൈ റിയാക്റ്റീവ് ആണ്. അതേപോലെ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് DNA തൈമിൻ എന്ന പിരിമിഡിനാണ് അഡിനിനുമായിട്ട് പെയർ ചെയ്യുന്നത്. പക്ഷെ RNA യുറാസിൽ എന്ന പിരിമിഡിനാണ് കാണുന്നത്. തൈമിൻ എന്ന് പറയുന്നത് 5-മീഥൈൽ യുറാസിലാണ്. അതായത് യുറാസിലിന്റെ 5ാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൻ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് അത് തൈമിനായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ 5ാമത്തെ പൊസിഷനിലെ കാർബൺ ആറ്റം റിയാക്റ്റീവ് ആണെന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ യുറാസിൽ മോർ റിയാക്റ്റീവും ലെസ് സ്റ്റേബിളും ആണ്, തൈമിൻ ലെസ് റിയാക്റ്റീവും മോർ സ്റ്റേബിളും ആണ് എന്ന് മനസ്സിലാക്കാം. ഇത് രണ്ട് മേജർ കെമിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ DNA ആൻഡ് RNA ആണ് കേട്ടോ. ഇനി A molecule that can act as genetic material must fulfill the following criteria. കുറേ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു മോളിക്യൂൾ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ. അതെന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റിപ്ലിക്ക. അതിൻ്റെ റിപ്ലിക്ക അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കാൻ കഴിയണം. ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. കെമിക്കലിയും സ്ട്രക്ചറലി അത് സ്റ്റേബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ് ഓർ മ്യൂട്ടേഷൻ ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എവല്യൂഷൻ. എവല്യൂഷന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസ്, വളരെ ചെറിയ മ്യൂട്ടേഷൻ സ്ലോലി നടക്കണം. എന്തില്? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ കേപ്പബിലിറ്റിയോട്ട് ഉള്ള ബയോമോളിക്യൂളിൽ. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടർ. അതിൻ്റെ അതേ മെൻഡേലിയൻ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ തന്നെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇഫ് വൺ എക്സാമിൻ ഈച്ച് റിക്വയർമെന്റ് വൺ ബൈ വൺ ബിക്കോസ് ഓഫ് റൂൾ ഓഫ് ബേസ് പെയറിംഗ് ആൻഡ് കോംപ്ലിമെന്റാരിറ്റി, ബോത്ത് ന്യൂക്ലിക് ആസിഡ് DNA ആൻഡ് RNA ഹാവ് ദ എബിലിറ്റി ടു ഡയറക്ട് ദർ ഡ്യൂപ്ലിക്കേഷൻ. ഈ കോംപ്ലിമെന്റാരിറ്റി DNAയിലും RNAയിലും ഉള്ളതുകൊണ്ട് DNAയ്ക്കും RNAയ്ക്കും എന്തുണ്ട്? റിപ്ലിക്കേഷൻ കേപ്പബിലിറ്റി ഉണ്ട്. ദ അതർ മോളിക്യൂൾസ് ഇൻ ദ ലിവിംഗ് സിസ്റ്റം സച്ച് ആസ് പ്രോട്ടീൻ ഫെയിൽ ടു ഫുൾഫിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ ഇറ്റ് സെൽഫ്. എന്നാൽ പ്രോട്ടീനിന് കോംപ്ലിമെന്റാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഫസ്റ്റ് പ്രോപ്പർട്ടി തന്നെ, അതായത് റിപ്ലിക്കേഷൻ എന്ന പ്രോപ്പർട്ടി തന്നെ പ്രോട്ടീൻ വയലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രോട്ടീൻ നമുക്ക് ഈ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് വൺ, ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റേബിൾ ഇനഫ് നോട്ട് ടു ചേഞ്ച് with a different stage of life cycle, age or with change in physiology of the organism. ജനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം. അത് നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച്, നമ്മുടെ ലൈഫ് സൈക്കിളിൽ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ഫിസിയോളജി ചേഞ്ച് ആവുന്നതനുസരിച്ചോ ആ ജനറ്റിക് മെറ്റീരിയലിന് ചേഞ്ചസ് വരാൻ പാടില്ല. അത് സ്റ്റേബിൾ ആയിരിക്കണം. സ്റ്റെബിലിറ്റി ആസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ വാസ് വെരി എവിഡന്റ് ഇൻ ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഇറ്റ് സെൽഫ്, ദാറ്റ് ഹീറ്റ് വിച്ച് കിൽഡ് ദ ബാക്ടീരിയ അറ്റ്ലീസ്റ്റ് ഡിഡ് നോട്ട് ഡിസ്ട്രോയ് സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇത് നമുക്ക് ഈ സ്റ്റെബിലിറ്റി കാണാൻ കഴിയുന്ന ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ DNA സ്റ്റെബിലിറ്റി കാണാൻ കഴിയും. കാരണം അദ്ദേഹം ഹീറ്റ് കിൽ ചെയ്ത ബാക്ടീരിയയുടെ ഉള്ളിൽ ആ ജനറ്റിക് മെറ്റീരിയലിന്റെ ചില പ്രോപ്പർട്ടീസ് എങ്കിലും പോവാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം എങ്ങനെയാ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ DNA ഒരു ജനറ്റിക് മെറ്റീരിയലാണ്. ഈ ജനറ്റിക് മെറ്റീരിയൽ ഹീറ്റ് ചെന്നപ്പോൾ ഡിസ്ട്രോയ് ആയി പോയായിരുന്നെങ്കിൽ ആ എസ്ട്രെയിൻ ആർ സ്ട്രെയിനെ എസ്ട്രെയിനാക്കി മാറ്റില്ലായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷനുള്ള കപ്പാസിറ്റി, ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി അറ്റ്ലീസ്റ്റ് പോയിട്ടില്ല, ഈവൻ വി അപ്ലൈ ദ ഹീറ്റ്. അത് തന്നെ കാണിക്കുന്ന എന്താണ്? അതിൻ്റെ സ്റ്റെബിലിറ്റിനെയാണ്. ദിസ് നൗ ക്യാൻ ഈസിലി ബി എക്സ്പ്ലെയിൻഡ് ഇൻ ലൈറ്റ് ഓഫ് ദ DNA ദാറ്റ് ദ ടു സ്ട്രാൻഡ്സ് ബീങ് കോംപ്ലിമെന്ററി ഇഫ് സെപ്പറേറ്റഡ് ബൈ ഹീറ്റിംഗ് കം ടുഗദർ വെൻ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ് ആർ പ്രൊവൈഡഡ്. ഇത് നമുക്ക് ഈസിലി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ. അതായത് DNA രണ്ട് സ്ട്രാൻഡ്, കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയി പോയാലും ഡീനേച്ചുറേഷൻ, സെപ്പറേറ്റ് ആയി പോകുന്നതിനെ ഡീനേച്ചുറേഷൻ എന്നാണ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ വരുമ്പോൾ വീണ്ടും അത് എങ്ങോട്ടേക്ക് വരും? റീനേച്ചുറേഷൻ നടന്ന് ഫങ്ഷണൽ ആയിട്ടുള്ള DNA ആയിട്ട് മാറും. അതേപോലെ 2' ഹൈഡ്രോക്സിൽ പ്രസന്റ് അറ്റ് എവറി ന്യൂക്ലിയോടൈഡ് ഇൻ RNA ഈസ് എ റിയാക്റ്റീവ് ഗ്രൂപ്പ് ആൻഡ് മേക്ക് RNA ലെബൈൽ ആൻഡ് ഈസിലി ഡിഗ്രേഡബിൾ. കണ്ടോ, ഈ 2' എൻഡിലിരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത് റിയാക്റ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ആ റൈബോ ന്യൂക്ലിക് ആസിഡിനെ ലെസ് stable and highly reactive, easily degradable ആക്കി മാറ്റും. RNA is also known to be catalytic. RNA catalytic activity ഉള്ളതുമാണ്, അതുകൊണ്ട് തന്നെ അത് റിയാക്റ്റീവ് ആണ്. അതേപോലെ therefore DNA chemically is less reactive and structurally more stable when compared to RNA. അതുകൊണ്ട് തന്നെ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ DNA ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് RNA കമ്പയർ ചെയ്യുമ്പോൾ. therefore among the two nucleic acid the DNA is better genetic material. കേട്ടോ.
ഇനി നെക്സ്റ്റ്, ഇൻഫാക്ട് ദ പ്രസൻസ് ഓഫ് തൈമിൻ, യുറാസിലിൻ്റെ പ്ലേസിൽ തൈമിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾസോ കൺഫേഴ്സ് അഡീഷണൽ സ്റ്റെബിലിറ്റി ടു ഡി എൻ എക്ക് അഡീഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കും. സോ ദ ഡീറ്റെയിൽ ഡിസ്കഷൻ അബൌട്ട് ദിസ് റിക്വയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രോസസ് ഓഫ് റിപ്പയർ ഇൻ ഡി എൻ എ ആൻഡ് യു വിൽ സ്റ്റഡി ദീസ് പ്രോസസ് ഇൻ ഹയർ ക്ലാസ്സസ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ, അതായത് ഡി എൻ എയുടെ റിപ്പയറിൻ്റെ സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഹയർ ക്ലാസ്സസിലാണ് പഠിക്കുന്നത്, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല കേട്ടോ. ഇനി ഡി എൻ എക്കും ആർ എൻ എക്കും മ്യൂട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ആർ എൻ എ അൺസ്റ്റേബിളാണ്, ആർ എൻ എ പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വൈറസസ്, വൈറൽ ആർ എൻ എ ജീനോമുള്ള വൈറസസ് പെട്ടെന്ന് മ്യൂട്ടേറ്റഡ് ആവുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് എവല്യൂഷൻ നടക്കുന്നതും കേട്ടോ. സി ഹിയർ ബോത്ത് ഡി എൻ എ ആൻഡ് ആർ എൻ എ ആർ ഏബിൾ ടു മ്യൂട്ടേറ്റ്. രണ്ടിനും മ്യൂട്ടേഷൻ നടക്കും. ഇൻഫാക്ട് ആർ എൻ എ ബീങ് അൺസ്റ്റേബിൾ, ആർ എൻ എ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ഫാസ്റ്റായിട്ട് മ്യൂട്ടേഷൻ നടക്കും. മ്യൂട്ടേറ്റ് അറ്റ് ഫാസ്റ്റർ റേറ്റ്. കണ്ടോ, ഈ ആർ എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ അല്ലല്ലോ, സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ അല്ലേ, അതിൻ്റെ ബേസിസ് ഒക്കെ എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം മ്യൂട്ടാജൻസുമായിട്ട് കോൺടാക്ട് വന്നാൽ ഈ ബേസിസിൽ എളുപ്പം ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. കോൺസിക്വൻ്റ്ലി വൈറസസ് ഹാവിംഗ് ആർ എൻ എ ജിനോം ആൻഡ് ഹാവിംഗ് ഷോർട്ടർ ലൈഫ് സ്പാൻ മ്യൂട്ടേറ്റ് ആൻഡ് ഇവോൾവ് ഫാസ്റ്റ്. ആർ എൻ എയിൽ ജനറ്റിക് മെറ്റീരിയൽ വൈറസസിൽ ജനറ്റിക് മെറ്റീരിയൽ ആർ എൻ എ ഉള്ള കേസിൽ അത് പെട്ടെന്ന് ചത്തുപോവുകയും അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യും. ചത്തുപോകുക എന്ന് പറയുന്നത് തെറ്റാണ്, വൈറസ് കേട്ടോ. അതിൻ്റെ ലൈഫ് സ്പാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇവോൾവ് ചെയ്ത് പുതിയൊരു ഓർഗാനിസായിട്ട് മാറാൻ അല്ലെങ്കിൽ പുതിയൊരു സ്ട്രെയിനായിട്ട് മാറാനുള്ള ചാൻസസും ഉണ്ട് ഇൻ ദ കേസ് ഓഫ് ആർ എൻ എ വൈറസസ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ആർ എൻ എക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസിനെ കോഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിന് ക്യാരക്ടറിനെ ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഡി എൻ എയുടെ കേസിലാണെങ്കിൽ ആർ എൻ എനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം അതിനെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡി എൻ എന്ന് എം ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്താൽ എം ആർ എൻ എയുടെ ചുറ്റും ആ പ്രോട്ടീൻ ഉണ്ടാകുന്നത്, എം ആർ എൻ എനെ ബേസ് ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. പക്ഷേ ആർ എൻ എയുടെ കേസിൽ അങ്ങനെ വേണ്ട. ആർ എൻ എ ഡയറക്ട്ലി ദി വിൽ സിന്തസൈസ് ദ പ്രോട്ടീൻ. ദ പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ആർ എൻ എയുടെ ചുറ്റുമാണ് ഇവോൾവ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നിന്ന് മോളിൽ കൊടുത്തേക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഡി എൻ എക്കും ആർ എൻ എക്കും എന്തായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും, അതിന് രണ്ടിനും ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഡി എൻ എ ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂള്. അതുകൊണ്ട് ഡി എൻ എ ആണ് കൂടുതൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഡി എൻ എ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ആർ എൻ എ ആണ് എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഡി എൻ എയും ആർ എൻ എ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്ന ഡി എൻ എ ആണോ ആർ എൻ എ ആണോ, അത് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ ഡി എൻ എക്ക് എന്തൊക്കെ ക്വാളിറ്റി ആണോ ഉള്ളത് എന്ന് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക് ഡിസ്കഷനിൽ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആർ എൻ എ വേൾഡാണ്. അപ്പോൾ മേലത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു ആർ എൻ എക്കും ഡി എൻ എക്കും ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. ഇനി ആർ എൻ എ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു വേൾഡ് ഉണ്ടായിരുന്നോ? തീർച്ചയായും. അതായത് നമ്മൾ എന്താ പറയുക, എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ കെമിക്കൽ എവല്യൂഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. ആർ എൻ എ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആണ്, ആർ എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്തിരുന്നത്. ഈ ആർ എൻ എക്ക് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ബാക്കി എല്ലാ റിയാക്ഷൻസും വളരെ ഫാസ്റ്റാക്കി മാറ്റാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ ഈ ആർ എൻ എക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആർ എൻ എ ആക്ട് ചെയ്യാനൊരു കാരണം കേട്ടോ. ആർ എൻ എ ആയിരുന്നു ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് അതിനുള്ള ഒരു ഇനഫ് എവിഡൻസ് എന്താണെന്ന് വെച്ചാൽ മെറ്റാബോളിസം നടക്കുന്നത്, മെറ്റാബോളിസവും ട്രാൻസ്ലേഷനും സ്പ്ലൈസിങ്ങും ഒക്കെ ഏറ്റവും ലൈഫ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രോസസ്സാണ്. അപ്പോൾ ഈ റിയാക്ഷനൊക്കെ മെറ്റാബോളിസവും ട്രാൻസ്ലേഷനും സ്പ്ലൈസിങ്ങും ഒക്കെ ആർ എൻ എയുടെ ചുറ്റും നടക്കുന്നതുകൊണ്ട് ആർ എൻ എ ആണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കേട്ടോ. ഈ ആർ എൻ എക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ചില ബയോകെമിക്കൽ റിയാക്ഷൻസ് ലിവിങ് സിസ്റ്റത്തിൽ കാറ്റലൈസ് ചെയ്യുന്നത് ആർ എൻ എ കാറ്റലിസ്റ്റാണ്, അത് പ്രോട്ടീൻ എൻസൈംസ് അല്ല. അതുകൊണ്ട് തന്നെ ആർ എൻ എ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു അത് റിയാക്റ്റീവ് ആവും, അത് അൺസ്റ്റേബിൾ ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അൺസ്റ്റേബിൾ ആണെങ്കിൽ കൂടി ഈ ആർ എൻ എ കാറ്റലിസ്റ്റ് ആയിട്ടും കൂടി ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് അവിടുത്തെ പല റിയാക്ഷൻസും ഫാസ്റ്റാക്കി അതൊരു എന്താ പറയുക പെട്ടെന്ന്
എവല്യൂഷൻ നടക്കാൻ കാരണമായത് ഈ RNA തന്നെയാണ്. ഇതിൻ്റെ ഈ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയും അൺസ്റ്റെബിലിറ്റിയും കൊണ്ട് RNA ഇവോൾവ് ചെയ്തിട്ടാണ് DNA ആയിട്ട് മാറിയിട്ടുള്ളത്. ഈ DNA ആയത് RNAയിൽ ചില കെമിക്കൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കൂടുതൽ സ്റ്റേബിളായി മാറുകയാണ് ചെയ്തത് കേട്ടോ. DNA ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. അതിന് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ഉണ്ട്. അത് എന്താ പറയുക, ഇത് എന്താണ്, എന്തെങ്കിലും ചേഞ്ചസിന് അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂട്ടേഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ചില ചേഞ്ചസ് ചില കാരണങ്ങൾ കൊണ്ട് നടന്നാൽ അതിന് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് DNA മേജറായിട്ട് ജനറ്റിക് മെറ്റീരിയലാണെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴും RNA ആണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്തിരുന്നത്. ഈ RNA ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്തിരുന്നത് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഈ RNA ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്തപ്പോൾ 2 ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, RNAക്ക് അതിൻ്റെ ജനറ്റിക് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും, അതേപോലെ സെക്കൻഡ് വൺ, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ റിയാക്ഷൻസിനെയും ത്വരിതപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും അല്ലെങ്കിൽ സ്പീഡപ്പ് ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഇവരുടെ 2 അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ RNA ആയിരുന്നു ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് കെമിക്കൽ എവല്യൂഷൻ്റെ പ്രൂഫ് തേടി പോയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ, ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന മേജർ പ്രോസസ്സിൽ ചിലതാണ് മെറ്റാബോളിസവും ട്രാൻസ്ലേഷനും സ്പ്ലൈസിങ്ങും ഒക്കെ. ഇതൊക്കെ നടക്കുന്ന RNAയുടെ ചുറ്റുമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം RNA ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ RNAക്ക് കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് അത് അൺസ്റ്റേബിൾ ആവുകയും റിയാക്റ്റീവ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് സ്റ്റെബിലിറ്റി ഉള്ള മോളിക്യൂളായിട്ട് മോഡിഫൈ ചെയ്താണ് DNA വേൾഡ് ഉണ്ടായത്. അത് DNA എന്ന ജനറ്റിക് മെറ്റീരിയൽ ഇവോൾവ് ചെയ്തത് അതിൻ്റെ കെമിക്കൽ മോഡിഫിക്കേഷൻസ് വഴി കേട്ടോ. നമുക്കപ്പോൾ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. RNA world. From foregoing discussion, an immediate question become evident, which is the first genetic material. It shall be discussed in detail in the chapter on chemical evolution, but briefly we shall highlight some of the fact and points. നമ്മൾ ഇത് എവല്യൂഷനിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ വളരെ ബ്രീഫായിട്ടേ പഠിക്കുന്നുള്ളൂ. അതിനകത്ത് പറയുന്ന ചില ഫാക്റ്റും പോയിൻറ്റ്സും അത് നമ്മൾ മനസ്സിലാക്കിയാൽ RNA ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ ആദ്യത്തെ നമുക്ക് ക്ലിയർ ആവും. RNA വാസ് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. RNA ആയിരുന്നു ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. ദർ ഈസ് നൗ ഇനഫ് എവിഡൻസ് ടു സജസ്റ്റ് ദാറ്റ് എസെൻഷ്യൽ ലൈഫ് പ്രോസസ് സച്ച് ആസ് മെറ്റാബോളിസം, ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ് എക്സെട്ര ഇവോൾവ് അറൗണ്ട് RNA. ഇന്ന് നമുക്ക് അതിന് ആവശ്യത്തിന് പ്രൂഫ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മേജർ പ്രോസസ്സസ് ആയ മെറ്റാബോളിസം, ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ്ങും ഒക്കെ RNAയുടെ ചുറ്റും നടക്കുന്നു എന്നുള്ളത് കൊണ്ട് RNA യൂസ് ടു ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ ആസ് വെൽ ആസ് കാറ്റലിസ്റ്റ്. RNAക്ക് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടും കാറ്റലിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. There are some important biochemical reactions in living system that are catalyzed by RNA catalyst and not by protein enzyme. ഇപ്പോഴും ഉണ്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചില എൻസൈമാറ്റിക് റിയാക്ഷൻസ് RNA കാറ്റലിസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം എന്ന പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്ന, അമിനോ ആസിഡിൻ്റെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്ന ആ എൻസൈം ഒരു RNA എൻസൈമാണ്. അതായത് 23S rRNA പ്രസൻറ്റ് ഇൻ ദ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസം, അതൊരു എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ബട്ട് RNA ബീങ് എ കാറ്റലിസ്റ്റ് വാസ് റിയാക്റ്റീവ് ആൻഡ് ഹെൻസ് അൺസ്റ്റേബിൾ. ഇങ്ങനെയാണെങ്കിലും RNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് അൺസ്റ്റേബിൾ ആണ്, റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ therefore DNA ഹാസ് ഇവോൾവ്ഡ് ഫ്രം RNA വിത്ത് കെമിക്കൽ മോഡിഫിക്കേഷൻ ദാറ്റ് മേക്ക് ഇറ്റ് മോർ സ്റ്റേബിൾ. അതുകൊണ്ടാണ് ഈ RNAന്ന് ഒരു മോഡിഫിക്കേഷൻ വന്നിട്ട് കെമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള DNA ഫോം ചെയ്തത്. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അതിന് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. DNA ബീങ് ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് ഹാവിങ് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഫർദർ റെസിസ്റ്റ് ചേഞ്ചസ് ബൈ ഇവോൾവിങ് എ പ്രോസസ് ഓഫ് റിപ്പയറി എന്ന ഒരു പ്രോസസ് കൊണ്ട് ബാക്കി എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും അതിനെ റിപ്പയർ ചെയ്ത് പൊയ്ക്കോളും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ RNA വേൾഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ 5ാമത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാനുള്ളത് DNAയുടെ റിപ്ലിക്കേഷൻ ആണ് കേട്ടോ.